أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله فبشر المؤمنين. صدق الله العلي العظيم. يا ربي صل على من هل بالحرم طه الرسول الذي قد خص بالكرم. വന്ദനായ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ, നമ്മുടെ അധ്യക്ഷൻ, മറ്റ് സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നാട്ടുകാർ, ഇന്ന് കുറഞ്ഞ സമയം മാത്രം സംസാരിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ അവന്റെ മഹ്ളായ ഫദ്ൽ കൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യാം. സലാസുൻ മൻ കുന്ന ഫീഹി, മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ഹസബഹുല്ലാഹു ഹിസാബൻ യസീറ, അവന് അല്ലാഹുവിന്റെ അടുക്കൽ കണിശമായ വിധത്തിലുള്ള ചോദ്യം ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അതിന് മൂന്ന് കാര്യം നമുക്ക് ഉണ്ടാകണം. എന്താണ് മൂന്ന് കാര്യം? ഞാൻ ഇത് ആമുഖമായി തന്നെ പറയുന്നത്, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ 20ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണങ്ങൾ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും പല സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി തന്നെ ഇവിടെ നടക്കുമ്പോൾ എത്രയോ രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ ഈ പരിപാടി കാണുകയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ
പല പ്രദേശങ്ങളിലുമുള്ള ആളുകൾ, പല ഭാഷക്കാരായ ആളുകൾ നമ്മുടെ സ്ഥാപനത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ പുരോഗതിയിൽ എല്ലാം ത്യജിച്ച് എല്ലാ പ്രവർത്തന രംഗത്തും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒരുങ്ങിപ്പുറപ്പെട്ട നമ്മുടെ വളണ്ടിയർമാരും പ്രവർത്തകന്മാരും ഈ നാട്ടിന്റെയും പരിസരങ്ങളിലും ഉള്ള മുഅ്മിനീങ്ങളും, ഞാൻ പറയട്ടെ, നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ കണിശമായ വിചാരണയില്ലാതെ രക്ഷപ്പെടാൻ 3 സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. ആ 3 സ്വഭാവത്തിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, തുഅ്തി മൻ ഹറമക്. ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങോട്ട് തരാത്തവനോട് വൈരാഗ്യം വെച്ച് വിദ്വേഷം വെച്ച് ഒരിക്കലും തന്നെ പക തീർക്കണം എന്ന നിലക്ക് നാം ജീവിക്കാൻ പാടില്ല. തുഅ്തി മൻ ഹറമക്. ഇങ്ങോട്ട് തടഞ്ഞു വെച്ചവന് അങ്ങോട്ട് കൊടുക്കണം. വതസിലു മൻ ഖതഅക്. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വതഅഫു അമ്മൻ വലമക്. നിന്നെ ആക്രമിച്ച മനുഷ്യന് നീ വിട്ടുവീഴ്ച ചെയ്യണം, പകരം കൊടുക്കണം എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഈ 3 സ്വഭാവം, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുന്ന വിശാലമായ സ്വഭാവം, ഇങ്ങോട്ട് തെറ്റ് ചെയ്തവനോട് അങ്ങോട്ട് മാപ്പ് ചെയ്യുന്ന വളരെ വിശാലമായ നയം, അതുപോലെ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്ന അങ്ങേയറ്റത്തെ സൽസ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. വളരെ വിശാലമായ മനസ്സ്, അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ട്. റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ അവിസ്തറാ അവിഖ്തളാ. ഒരാൾക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, റഹിമല്ലാഹു റജുലൻ സംഹൻ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹം വിട്ടുവീഴ്ച മനസ്ഥിതിക്കാരനാണ്, കടുംപിടുത്തക്കാരനല്ല. ഏത് വിഷയത്തിലും വിശാലമായ മനസ്ഥിതിയാണ്. എപ്പോൾ സാമ്പത്തികമായി നഷ്ടം വന്നാൽ പോലും ഇതാ ബാഅ, അവൻ ഒരു വസ്തു വാങ്ങുകയാണെങ്കിൽ, ഒരു വസ്തു വാങ്ങുമ്പോൾ കുറച്ച് കൂടിയാലും തിരക്കേടില്ല, അങ്ങനത്തെ ഒരു സ്വഭാവം. അവിസ്തറ, അല്ലെങ്കിൽ അതേ ഇതാ ബാഅ, അവൻ വിൽക്കുമ്പോൾ, അവിസ്തറ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ, ഒരു വസ്തു വിൽക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഒരു 102 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ ഒരാൾ 100 രൂപ കൊടുത്ത് 2 രൂപ ചില്ലറില്ലല്ലോ, എന്നാ സാധനം ഇവിടെ വെച്ചേ എന്ന് പറയുന്നതിന് പകരം 2 രൂപ എന്തായാലും കിട്ടിയേ മുതലാവുള്ളൂ എങ്കിൽ അയാളോട് 2 രൂപ എന്നാ പിന്നെ ഇനി വരുമ്പോ തന്നെ, അല്ല നമുക്ക് 2 രൂപ കിട്ടിയില്ലെങ്കിലും ലാഭം കുറച്ച് കുറയുന്നേ ഉള്ളൂ, എന്നാൽ അത് സാരില്ല. ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് വിട്ടുവീഴ്ച. അവിസ്തറ, വാങ്ങുന്ന സമയത്ത് വിട്ടുവീഴ്ച. ഒരു സാധനം 1000 എണ്ണത്തിന് ഓർഡർ ചെയ്തു, സുബ്ഹാനല്ലാഹ് 1000 എണ്ണം കൊണ്ടുവരുമ്പോ ലോറിയിൽ വെച്ച് 2 എണ്ണം പൊട്ടിപ്പോയി. 1000 ഓട് 2 ഓട് പൊട്ടിപ്പോയി, 998 ഓട് മാത്രമേ കിട്ടിയുള്ളൂ. എന്നാൽ എനിക്ക് വേണ്ടാന്ന് പറയുന്നതിന് പകരം 2 ഓട് അതിന്റെ പൈസ കുറച്ച് തന്നാ മതി, ഞാൻ അതിന്റെ പൈസ കുറച്ച് തരുന്നേ ഉള്ളൂ, ഞാൻ മറക്കുന്നില്ല, എനിക്ക് 1000 തന്നെ ആവശ്യമായിരുന്നു, 2 ഞാൻ ഇവിടുന്ന് ഞാൻ എടുക്കാം എന്ന് പറയാവുന്ന വിധത്തിൽ വാങ്ങുന്ന സമയത്ത് വിട്ടുവീഴ്ച, അല്ലെങ്കിൽ അത് സാരില്ല എന്ന് പറയാനുള്ള വിട്ടുവീഴ്ച. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. അവകാശം ചോദിക്കുന്ന സമയത്തും വിട്ടുവീഴ്ച. ഒരാൾ 1.5 ലക്ഷം രൂപ തരാനുണ്ട്, പറഞ്ഞ അവധി കഴിഞ്ഞിട്ടുണ്ട്, ആ അവധി കഴിഞ്ഞാലും ഒരാഴ്ചയും കൂടി അവധി സാധിക്കുമെങ്കിൽ, അല്ലെങ്കിലോ 1.5 ലക്ഷം രൂപ തരാനുണ്ട്,
ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് ഓരോന്നേ 45 ഉള്ളൂ. ഹേയ്, ഞാനിങ്ങോട്ട് ഇപ്പം ഇതെടുക്കൂല, 5 റുപ്യ കൂടി വെച്ചിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറയാതെ 1.45 വാങ്ങി വെച്ച് 5 റുപ്യ നിങ്ങൾ എപ്പോഴാ കൊണ്ടുതരിക എന്ന് ചോദിച്ച്, അങ്ങനെ അവകാശം വാങ്ങുന്ന സ്ഥലത്തും വിൽക്കുന്ന സ്ഥലത്തും വാങ്ങുന്ന സ്ഥലത്തും വരെ ഇത് സാമ്പത്തികമായി മനുഷ്യനെ ബാധിക്കുന്ന വിഷയമാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു വിഷയം അല്ല. മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നത് സമ്പത്തുണ്ടാക്കാനാണ്. മനുഷ്യൻ എത്രയോ തലകൊണ്ട് ചിന്തിക്കുന്നത് സമ്പത്തുണ്ടാക്കാനാണ്. മനുഷ്യൻ എത്രയോ നാടും വീടും കുടുംബമൊക്കെ വിട്ട് അന്യനാടുകളിലേക്ക് പോകുന്നത് സമ്പത്തുണ്ടാക്കാനാണ്. സമ്പത്തുണ്ടാക്കൽ തെറ്റായ കാര്യം അല്ല. التاجر الصدوق الأمين مع النبيين والصديقين والشهداء. التاجر الصدوق الأمين, വിശ്വസ്തനായി സത്യവാനായി ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരൻ, മഅൻ നബിയീന, അവൻ നബിമാരുടെ കൂടെയാണ്, വസ്സുദീഖീന, സത്യവാന്മാരുടെ കൂടെയാണ്, സുദീഖീകളുടെ കൂടെയാണ്, വസ്സുഹദാ, സുഹദാക്കളുടെ കൂടെയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബിസിനസ് നടത്തൽ മോശമായ ഏർപ്പാടല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിയാർ അല്ലെ ഒരു തങ്ങള് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ആൾക്കാർക്ക് ഹേയ് അയാൾ മുസ്ലിയാരായിട്ട് ബിസിനസ് നടത്തും. ബിസിനസ് നടത്തൽ സഭയിൽ കാത്തിപ്പെട്ട തെറ്റാ. ബിസിനസ് നടത്തുക എന്നത് അതൊരു തെറ്റായ കാര്യമാണോ? ഹലാലായ ബിസിനസ് വിശ്വസ്തമായ വിധത്തിൽ സത്യസന്ധമായ വിധത്തിൽ നടത്തുക എന്നത് അമ്പിയാക്കളുടെയും സിദ്ദീഖീകളുടെയും ശുഹദാക്കളുടെയും കൂടെ ഒരുമിച്ച് കൂടാൻ കാരണമാകുന്ന കർമ്മമാണ്. പക്ഷേ ഏതെങ്കിലും ഒരാൾക്ക് പാണ്ഡിത്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കിടയിൽ വല്ല സ്വാധീനവും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ബിസിനസ്സിന് വേണ്ടി പലരോടും അദ്ദേഹത്തിന്റെ വിശ്വാസ്യത കാണിച്ച് പണം വാങ്ങി പിന്നീട് അത് അവധിക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ ഷെയർ വാങ്ങിയിട്ട് ലാഭം കൊടുക്കാൻ കഴിയാതെ പിന്നെ പണം കൊടുത്ത ആള് ടെലിഫോൺ ചെയ്യുമ്പോൾ ടെലിഫോൺ അറ്റൻഡ് ചെയ്യാത്ത വിധത്തിൽ ആകാൻ പാടില്ല. അതേസമയം ബിസിനസ് അത് തെറ്റല്ല. അതുപോലെ ജോലിയെടുക്കുക, തൊഴിലെടുക്കുക അത് തെറ്റല്ല. ജോലിയെടുത്ത് ജീവിക്കുക അത് വളരെ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അകല അഹദുൻ തഅമൻ ഖത്തു ഖൈറൻ മിൻ അൻ യകുല മിൻ അമലി യദൈഹി വകാന നബിയുല്ലാഹി ദാവൂദ് യകുലു മിൻ അമലി യദൈഹി. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകമൊട്ടാകെ അടക്കി ഭരിച്ച രാജാവായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവാണ്. ആ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുമ്പിന്റെ പണിയെടുത്ത് ജീവിച്ച ആളാണ്, ജോലിയെടുത്ത് ജീവിച്ച ആളാണ്. ഇരുമ്പിന്റെ പണിയെടുക്കുന്നത് താഴ്ന്ന ഏർപ്പാടല്ല, സ്വർണത്തിന്റെ പണിയെടുക്കുന്നത് താഴ്ന്ന ഏർപ്പാടല്ലെന്ന് ഞാൻ പറയാത്തത് അങ്ങനെയാണെന്നൊരു ധാരണ വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ മനുഷ്യൻ അഭിമാനത്തോടെ ജീവിക്കണം, അതിന് ജോലിയെടുക്കണം. അങ്ങനെ ജോലിയെടുത്ത് ജീവിതം കഴിക്കുന്ന മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം അതിനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നവരില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ തൊഴിലെടുക്കുന്നത് മോശമല്ല, വണ്ടി ഓടിക്കുന്നത് മോശമല്ല, അല്ലെങ്കിൽ ചുമട്ടുതൊഴിലാളിയാകുന്നത് മോശമല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിലെടുക്കുന്നത് മോശമല്ല. തൊഴിലിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവൻ അവനാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. ഇതുപോലെ വിശ്വസ്തനായി കച്ചവടം ചെയ്യുന്നവൻ, ആ കച്ചവടം ചെയ്യുന്നവൻ അമ്പിയാക്കളുടെ കൂടെയാണ്, സിദ്ദീഖീകളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് അവസരങ്ങൾ വരുമ്പോൾ അവിടെ വെച്ച് നമുക്ക് പറയാം.
ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന വിഷയമാണ് സമ്പത്തുണ്ടാക്കുക എന്നത്. ആ സമ്പത്തുണ്ടാക്കുന്ന മനുഷ്യൻ അതിനുവേണ്ടി അവന്റെ ശാരീരികമായ ശേഷിയാണ് ഉപയോഗിക്കുന്നത്, അവന്റെ ആയുസ്സാണ് ചെലവഴിക്കുന്നത്. അവന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവന്റെ ശരീരം. ആ ശരീരം ചെലവഴിക്കുന്ന വിഷയമാണ് സമ്പത്ത്. പക്ഷേ ആ സമ്പത്തിന്റെ വിഷയത്തിൽ പോലും റഹിമല്ലാഹു റജുലൻ സംഹൻ, വിശാല മനസ്ഥിതിയുള്ളവനാകണം, വിശാല മനസ്കനാകണം, കടുംപിടുത്തക്കാരനാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വിട്ടുകൊടുക്കാൻ പറ്റുന്നതെല്ലാം വിട്ടുകൊടുക്കണം. ഇത് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് ഇയാളായിട്ട് കച്ചവടം ചെയ്യാൻ നല്ല സുഖാണ്. കാരണം മൂപ്പര് പ്രസംഗത്തിൽ തന്നെ പറഞ്ഞില്ലേ, എന്ത് കിട്ടാനുള്ളത് വിട്ടുകൊടുക്കണം, കുറച്ച് കുറഞ്ഞാലും വാങ്ങണം, ഇനി അഥവാ വിൽക്കുകയാണെങ്കിൽ കുറച്ച് പൈസ കുറഞ്ഞാലും വിൽക്കണമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇയാളോട് കച്ചവടം ചെയ്യാൻ നല്ല സുഖാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ധരിച്ചിട്ട് സിറാജുൽ ഹുദയുടെ ഒരു വിഷയത്തിലും അങ്ങനെ നിങ്ങൾ എന്നെ സമീപിക്കരുത്. എന്റെ സ്വന്തം കാര്യത്തിന് അങ്ങനെ സമീപിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ സ്വന്തത്തിൽ അവകാശമുള്ളതായിരിക്കണം, സ്വന്തത്തിൽ അധികാരമുള്ളതായിരിക്കണം, സ്വന്തത്തിൽ ഉടമസ്ഥാവകാശമുള്ളതായിരിക്കണം. സ്വന്തമായി ഉടമാവകാശമില്ലാത്ത, സ്വന്തമായി അധികാരമില്ലാത്ത ഒരു വിഷയത്തിലും ഒരു നയാകാശിലും വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു മനുഷ്യനും അധികാരമില്ല. അത് എനിക്ക് മാത്രം ബാധകമാകുന്ന ഒരു നിയമം അല്ല, ഏത് പള്ളി കമ്മിറ്റിക്കാർക്കും അത് ബാധകമാണ്, ഏത് മദ്രസ കമ്മിറ്റിക്കാർക്കും ബാധകമാണ്, SYSന്റെയും SSFന്റെയും അതുപോലുള്ള സംഘടനകളുടെ പ്രവർത്തകന്മാർക്ക് ബാധകമാണ്, ഏത് പ്രവർത്തകരും ബാധകമാണ്. വിട്ടുവീഴ്ച ചെയ്യണം. സാമ്പത്തിക രംഗത്ത് എന്ന് പറയുന്നത് അവനവന് അവകാശമുള്ള, അവനവന് അധികാരമുള്ള, അവനവന് ഉടമസ്ഥാവകാശമുള്ള വിഷയത്തിൽ മാത്രമാണ്. അല്ലാത്തതിന് വിട്ടുവീഴ്ച ചെയ്യാൻ നിവൃത്തിയില്ല. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മഹദിക്കൊരു പായസം കുടിക്കണമെന്നൊരാഗ്രഹം. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുടുംബത്തിന് ചെലവ് കൊടുക്കുന്നത് ഭരണവുമായി ബന്ധപ്പെട്ട് ഭരണാധികാരിയായി ജീവിക്കുന്നതിനാൽ, ആ ഭരണവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിനാൽ പുറത്തൊരു ബിസിനസ്സിന് പോകാൻ കഴിയില്ല, പുറത്തൊരു ജോലിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാരിന്റെ ഭക്ഷണമാണ്, സർക്കാരിന്റെ ചെലവാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും ഭാര്യയ്ക്കും നൽകപ്പെടുന്നത്. സർക്കാരിന് വേണ്ടി സമയം മുഴുവനും ചെലവഴിക്കുകയാണ്. ഭാര്യ ആഗ്രഹത്തോടെ പറയുന്നു, എനിക്കൊരു പായസം കുടിക്കാൻ ആഗ്രഹമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് ഫണ്ട് അനുവദിക്കുന്നില്ല. കാരണം നിനക്ക് പായസം കുടിക്കാനുള്ളതല്ല ഇത് പൊതു ഫണ്ടാണ്. ഇതിന് ഓരോ നയാകാശിനും ഞാൻ പടച്ചവനോട് മറുപടി പറയേണ്ടതാണ്. ഫണ്ട് അനുവദിച്ചില്ല. പക്ഷെ ആ ഭാര്യ എന്ത് ചെയ്തു എന്നറിയോ? ദിവസേന ചെലവിന് വേണ്ടി നൽകപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ഒരൽപ്പം നുള്ളരിയിട്ട് വെക്കുന്നത് പോലെ, നമ്മൾ സാധാരണയായി അതാ പള്ളി മദ്രസകൾക്കൊക്കെ വരുമാനമുണ്ടാക്കാൻ വേണ്ടി നുള്ളരി എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രം വെച്ച് ദിവസേന ഭക്ഷണത്തിന് വേണ്ടി അരിയെടുക്കുമ്പോ ഒരൽപ്പം അതിൽ നുള്ളിയിടുന്ന ഏർപ്പാടുണ്ട്. അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നുള്ളരിയായിട്ട് ഭക്ഷ്യവസ്തു സംഭരിക്കാൻ തീരുമാനിച്ച് അങ്ങനെ ഒരു പായസം ഉണ്ടാക്കാനുള്ള വസ്തു ദിവസേന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് കിട്ടുന്ന ഭക്ഷ്യവസ്തുവിന്റെ ഒരു ചെറിയ ഭാഗം
നുള്ളരിയാക്കി എടുത്തെടുത്ത് വെച്ച് ഒരു ദിവസം പായസം ഉണ്ടാക്കി അതാ സ്വന്തം കുടിക്കുകയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു. കുടിച്ചു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? നിനക്ക് ഞാൻ ഫണ്ട് അനുവദിച്ചിട്ടില്ലല്ലോ. ആ സ്ത്രീയുടെ മറുപടി, അതെ ശരിയാണ്, നിങ്ങൾ എനിക്ക് പായസത്തിന് ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ട് നിങ്ങൾ എനിക്ക് അനുവദിച്ചു തരുന്ന ഭക്ഷ്യവസ്തു ഞാൻ അല്പം നുള്ളരിയാക്കിയിട്ട് ഞാൻ മാറ്റിവെച്ച് ഒരു പായസത്തിന് ആവശ്യമായ വസ്തുക്കൾ സംഘടിപ്പിച്ച് പായസം വെച്ച് തന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ വിളിച്ചിട്ട് പറയുന്നു, ഇതാ നാളെ മുതൽക്ക് എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങൾ ഭക്ഷ്യവസ്തു അനുവദിക്കുമ്പോൾ ഒരു നുള്ളരിയുടെ അത്ര മാറ്റിവെച്ചിട്ട് ബാക്കി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം അവൾക്ക് അത്രേ ദിവസേന ആവശ്യമുള്ളൂ എന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന അളവിൽ നിന്നത് ചുരുക്കിക്കളയണം. ഇത് പഠിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളായിരിക്കണം മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ചും ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, സർവ്വ സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ, റഹിമല്ലാഹു റജുലൻ സംഹൽ ഇദാ ബാഅ ബിസ്തറാ ബിഖ്തദാ. എവിടെയും വിശാല മനസ്ഥിതി കാണിച്ച് വിൽക്കുമ്പോഴും കൊള്ളുമ്പോഴും, അതുപോലെ തന്നെ അതാ അവകാശം ചോദിക്കുമ്പോഴൊക്കെ വിശാല മനസ്ഥിതി കാണിച്ച് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞത് പൊതു ഫണ്ടുകൾക്കും പൊതുവായ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും അത് കൈകാര്യം ചെയ്യുന്നവർക്കും ബാധകമല്ല കേട്ടോ. പടച്ച റബ്ബിന്റെ അടുക്കൽ ഓരോ നയാകാശിന് മറുപടി പറയേണ്ടി വരും എന്നതിൽ ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യമാകുമ്പോൾ പരമാവധി വിട്ടുവീഴ്ച ചെയ്യണം. ഇതുപോലെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വല്ലാത്ത വിട്ടുവീഴ്ചയുള്ള മനസ്ഥിതി നമുക്ക് വേണമെന്ന്. അതും അവിടെയും ഒരു കാര്യം ഒന്നുകൂടി പറയാനുണ്ട്. അതെന്താണ്? വിട്ടുവീഴ്ച എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാര്യത്തിനാണ്. പടച്ചവന്റെ ദീനിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും നമുക്കധികാരമില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ദീനിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ എടുത്തോ, ഒരു സുന്നത്തായ കാര്യമാണ്. തലമറക്കുക എന്നത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തലപ്പാവ് ധരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലപ്പാവ് ധരിക്കാറുണ്ടെന്ന് മാത്രമല്ല, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം wudu എടുക്കുന്ന സമയത്ത് തലയിൽ നിന്ന് അല്പം തടകി ബാക്കി തലപ്പാവിന്റെ മേലെ തടകി പൂർത്തീകരിക്കാറുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ നമുക്കത് കാണാം. അപ്പൊ തലപ്പാവ് ധരിക്കുക എന്നത്, തലമറക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്, നബി തങ്ങളുടെ ചര്യയാണ്. ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചിരുന്നു.
പരിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങളോട് ആഹ്വാനം ചെയ്തത്, അല്ലാഹുവിനെ പ്രിയം വെക്കുന്നവരോട് ആഹ്വാനം ചെയ്തത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുൽ പറയൂ നബിയേ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുണ്ടെങ്കിൽ. അല്ലാഹുവിനെ പ്രിയം വെക്കാതിരിക്കാൻ പറ്റുമോ? അവൻ തന്ന വെള്ളമല്ലേ കുടിക്കുന്നത്, അവൻ തന്ന ഭക്ഷണമല്ലേ കഴിക്കുന്നത്, അവൻ തന്ന ഓക്സിജനല്ലേ ശ്വസിക്കുന്നത്, അവൻ തന്ന കണ്ണുകൊണ്ടല്ലേ കാണുന്നത്, അവൻ തന്ന കാതുകൊണ്ടല്ലേ കേൾക്കുന്നത്, അവൻ തന്ന നാവ് കൊണ്ടല്ലേ സംസാരിക്കുന്നത്, അവൻ തന്ന കൈ കൊണ്ടല്ലേ എടുക്കുന്നത്, അവൻ തന്ന കാലുകൊണ്ടല്ലേ നടക്കുന്നത്. അവൻ തന്നതല്ലാതെ വല്ലതുമുണ്ടോ? ആ റബ്ബിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെ സ്നേഹിക്കാനാണ്? ആ റബ്ബിനെ നിങ്ങൾ ശരിക്ക് സ്നേഹിക്കുന്നുവെങ്കിൽ പറയൂ നബിയേ, ഫത്തബിഊനി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി ആകുന്ന എന്നെ നിങ്ങൾ 100% പിന്തുടർന്ന് ജീവിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കലാണ് അല്ലാഹുവിനോടുള്ള സ്നേഹപ്രകടനം. അങ്ങനെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് ജീവിച്ചാലോ അവന് കിട്ടുന്ന വലിയ സമ്മാനമുണ്ട്. ആ സമ്മാനം എന്താണ്? ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അങ്ങോട്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് സ്നേഹിക്കാൻ പലർക്കും കഴിഞ്ഞേക്കും, അതുപോലെ പലരെയും അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അവരൊന്ന് ഇങ്ങോട്ട് സ്നേഹിക്കണ്ടേ? ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിലല്ലേ ഫലം, അങ്ങോട്ട് മാത്രം പോരല്ലോ സ്നേഹം. എന്നാൽ ഒരു രാജ്യത്തുള്ള പ്രധാനമന്ത്രിയെ, രാഷ്ട്രപതിയെ, രാജ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയെ, ലോകത്തുള്ള ഉന്നതന്മാരായ വ്യക്തികളെ അങ്ങോട്ട് സ്നേഹിക്കുന്ന എത്രയോ അനുയായികൾ ഉണ്ടാകാം, നേതാക്കളെ സ്നേഹിക്കുന്ന അനുയായികൾ ഉണ്ടാകാം. പക്ഷേ ഓരോരുത്തരെയും പരിചയപ്പെട്ട് വെവ്വേറെ മനസ്സിലാക്കി വെവ്വേറെ ഓരോരുത്തർക്കും സ്നേഹം കൊടുക്കാൻ ഒരു നേതാവിനും സാധ്യമല്ല, ഓർമ്മിക്കാൻ സാധ്യമല്ല. അതുപോലെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്കറിയോ, ഒരു സൃഷ്ടിയുടെയും രഹസ്യമോ പരസ്യമോ ആയ ഒരു ചലനവും വിട്ടുപോകാതെ കാണുകയും കേൾക്കുകയും എല്ലാവരെയും ഒരുപോലെ പരിചയപ്പെടുകയും ഓരോരുത്തരുടെയും സുഖത്തിലും ദുഃഖത്തിലും എല്ലാ വിഷയത്തിലും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്ത ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബുണ്ടല്ലോ, അവന് പരിചയമില്ലാത്ത അടിമകളില്ല, അവൻ അറിയാത്ത മനുഷ്യരില്ല, അവൻ നിയന്ത്രിക്കാത്ത വ്യക്തികളില്ല. ആ റബ്ബിന്റെ സ്നേഹം തിരിച്ചിങ്ങോട്ടും കിട്ടും. ആ റബ്ബിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ എന്താണ് പോംവഴി? അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങളെ പ്രിയം വെക്കും. അതിന് നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരണേ. പറയൂ നബിയേ, അങ്ങയെ പിന്തുടർന്നാൽ അതിന്റെ സമ്മാനം അല്ലാഹു സ്നേഹിക്കലാണ് കേട്ടോ. ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സസ്യങ്ങളും മത്സ്യങ്ങളും ഉറുമ്പുകളും ആനകളും മൃഗങ്ങളും വന്യമൃഗങ്ങളും മനുഷ്യരും മലക്കുകളും ജിന്നുകളും
ലോകത്തുള്ള എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവ് അല്ലാഹു പറയുകയാണ്, അവൻ ശരിക്കൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ല എപ്പോഴാ സ്നേഹിക്കുക? അതതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറതുഹു അലൈഹി. ഞാൻ ഫർളാക്കിയ കാര്യം, നിർബന്ധമാക്കിയ കാര്യം അത് ചെയ്യുന്നതിലൂടെ അല്ലാതെ ഒരാൾക്കും എന്നിലേക്ക് അതിനേക്കാൾ തൃപ്തികരമായത് കൊണ്ട് അടുക്കാൻ സാധ്യമല്ല. നിസ്കരിക്കാതെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല, നോമ്പില്ലാതെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല, സകാത്ത് കൊടുക്കാതെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല, പണ്ഡിതന്മാരെ ആദരിക്കാതെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല, ബാപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കാതെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല. അതേ സകാത്തും ഹജ്ജും ഉംറയും ഒക്കെ കഴിവുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല. ഹറാമുകൾ കൈയൊഴിക്കാതെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല. എന്നാൽ ആ റബ്ബിലേക്ക് അടുക്കുന്ന മനുഷ്യൻ വേഗം അടുക്കുന്ന രംഗമുണ്ട്, ധാരാളം അടുക്കലുണ്ട്. അതെന്തുകൊണ്ടാണ്? ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ എൻ്റെ അടിമ ധാരാളമായി സുന്നത്തായ കർമ്മങ്ങൾ എടുത്ത് എന്നിലേക്ക് അടുത്തുകൊണ്ടിരുന്നാൽ, അതേ സുന്നത്തായ കർമ്മങ്ങൾ എടുക്കുമ്പോ ഹത്താ ഉഹിബ്ബ, ഞാൻ അവനെ അങ്ങ് സ്നേഹിക്കുമെന്ന് അല്ലാഹു പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കലാണ് സുന്നത്തനുസരിച്ചുള്ള ജീവിതം. ആ ജീവിതം നയിക്കുന്നവർക്കാണ് അല്ലാഹുവിന്റെ സ്നേഹം, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്തായ ചര്യയാണ്. അവിടുന്ന് തലമറക്കാതെ നിസ്കരിക്കാറില്ല, തലപ്പാവ് വദുവിന്റെ സമയത്ത് പോലും അഴിച്ചു വെച്ചില്ല. അത്രത്തോളം തലപ്പാവിനെ മുറുകെ പിടിച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തും അതിനോട് 100% തുടർന്നവരാണ്. ഇന്ന് വരെയുള്ള ഇമാമിങ്ങൾ അതിനോട് തുടർന്നവരാണ്. എന്നാ സുഹൃത്തേ, നല്ല ഖിറാഅത്ത്, മണിമണിയായിട്ട് ഓതുന്ന ഖിറാഅത്ത്, ഒരു തകരാറില്ല. പ്രസംഗിച്ചാൽ കടകടാന്ന് പറയുന്ന പ്രസംഗം, അതിനൊരു തകരാറില്ല. പക്ഷെ ഇയാൾ നിസ്കരിക്കുമ്പോ തലമർക്കൂല. അപ്പോ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ തലമർക്കാത്ത ആളായതുകൊണ്ട് നിസ്കാരത്തിൽ തുടരാതെ ഒരു തലമർക്കുന്ന ആളെ കിട്ടണമെന്ന് വിചാരിക്കും. അതിൻ്റെ അവിടെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തൂടെ? ഈ തലയമേൽ അയാൾ ഒന്നും വെക്കാത്തതിന് ഇത്ര വാശി പിടിക്കണോ? അയാളെ തലയല്ലേ, നമ്മളെ തലയല്ലല്ലോ. നമ്മളെ തലയമേൽ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അതിന് അയാളൊന്നും പറഞ്ഞില്ലല്ലോ. അയാളെ തലയമേലല്ലേ അയാൾ വെക്കാത്ത, അതിന് ഇത്ര വാശി പിടിക്കണോ? ഓ, അവിടെ ചെറിയ വാശി ഉണ്ടാവും, അതേ കാരണം അത് നമ്മളെ വിഷയമല്ല, അത് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുമായി അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് അവകാശം ഇല്ല. ഇവിടെ ഇപ്പോ ഞാൻ പറയട്ടെ, നമ്മുടെ കാര്യാട്ട് കുഞ്ഞമ്മദ് ഹാജി, അദ്ദേഹത്തിന്റെ വയലിൽ നല്ല കൃഷി ഇങ്ങനെ വളരുമ്പോ അതിൽ നിന്ന് ഒരാൾ നെല്ല് ഒരു പശുവിനെ കൊണ്ട് തിന്നിക്കാൻ, അങ്ങനെ നെല്ല് തിന്നിക്കുമ്പോ അത് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരു തൊഴിലാളിയുണ്ട്. ആ തൊഴിലാളി നെല്ല് തിന്നുപോയപ്പോ ഞാൻ എന്തായാലും കേസ് കൊടുക്കും. ഞാൻ കുഞ്ഞമ്മാജിയോട് പറയും, കേസ് കൊടുപ്പിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് നെല്ല് നശിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇയാൾ, നിങ്ങൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ? എന്താണ് അയാൾ പറഞ്ഞത്? വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ തൊഴിലാളിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ? ആ തൊഴിലാളിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം 100% അദ്ദേഹം പാലിച്ചോളണം. അതേ സമയത്ത്
ഉടമസ്ഥനായ കാര്യാട് കുഞ്ഞുമത ഹാജിക്ക് അത് സാരില്ല, അവന്റെ പശു തിന്നുപോയി നമുക്ക് പൊരുത്തപ്പെട്ട് കളയാന്ന് പറയുന്നതിന് യാതൊരു വിരോധവും ഇല്ല. അതേസമയം ഈ തൊഴിലാളിക്ക് അയാളെ ഏൽപ്പിച്ച ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ മനസ്സിൽ ബോധം വേണം. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ, അതുപോലെ പൊതുമുതലിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത വിഷയങ്ങളിൽ നമ്മളൊക്കെ പരമാവധി വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച ചെയ്യുന്നവരായി ജീവിക്കണം. അവർക്കാണ് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു തആല ഏറ്റവും ഭാഗ്യം നൽകുന്നത്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ സ്വർഗത്തിലേക്ക് ഓടി വരണേ, അള്ളാഹുവിന്റെ പൊറുക്കലിലേക്ക് ഓടി വരണേ, വേഗം വരണേ. സ്വർഗമെന്ന് പറയുന്നത് ഇടുങ്ങിയൊരു പ്രദേശമല്ല. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്ഥലമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടി വരണേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടെന്താ ഖുർആൻ പറയുന്നത്? അതേ സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആ സ്വർഗം ഇനി അങ്ങോട്ട് ഉണ്ടാക്കുന്നതല്ല, സ്വർഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വർഗം തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സ്വർഗമാർക്കാണ് തയ്യാർ ചെയ്ത് വെച്ചത്? ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ്. സഹോദരന്മാരെ, തഖ്വയുടെ ഉറവിടം എവിടെയാണ്? തഖ്വയുടെ ഉറവിടം മനസ്സാണ്. അവിടുന്ന് പറഞ്ഞില്ലേ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. മനസ്സിന്റെ ഭക്തിയാണ് ശരിയായ ഭക്തി. അങ്ങനെ മനസ്സിന്റെ ശരിയായ ഭക്തിയുള്ള ജനങ്ങൾക്കാണ് സ്വർഗം തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അവർക്ക് ചില ബാഹ്യമായ ലക്ഷണങ്ങളുണ്ട്. എന്താണ് അവരുടെ ലക്ഷണം? ഖുർആൻ പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. അവര് സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണ്. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണ്. നോക്കൂ നിങ്ങൾ, മകളുടെ കല്യാണമാണ്, മകളുടെ വിവാഹമാണ്. ആ വിവാഹത്തിന് പന്തലുണ്ടാക്കാൻ, ആ വിവാഹത്തിന് പന്തലൊരുക്കാൻ, ആ വിവാഹത്തിന് കത്തടിക്കാൻ, ആ വിവാഹ സമയത്ത് സദ്യ കൊടുക്കാൻ, ആ വിവാഹ സമയത്ത് കുറെ ആളുകളെ സൽക്കരിക്കാൻ അദ്ദേഹം അതാ ചെലവഴിക്കുന്നു. കാരണം സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്ന മുത്തഖീങ്ങൾ അവരാണ് സ്വർഗത്തിൽ കടക്കുന്നവരെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. മകന്റെ കല്യാണത്തിനുമതാ ഭക്ഷണം നൽകുന്നു. സുബ്ഹാനല്ലാഹ്. ഹജ്ജിന് പോകാൻ ഇറങ്ങുമ്പോൾ വല്ലാത്ത സന്തോഷം. അള്ളാഹുവിന്റെ വീട് കാണാൻ പോകാൻ കഴിഞ്ഞല്ലോ. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് പോകാൻ സാധിക്കുകയാണല്ലോ. ഹജ്ജിന് പോകാൻ ഇറങ്ങുന്നവന്റെ മനസ്സിലുള്ള സന്തോഷം എത്രയാണ്! ആ ഹജ്ജ് യാത്ര മുടങ്ങിയാൽ അവന്റെ മനസ്സിന്റെ ദുഃഖം എത്രയാണ്! ഈമാനുള്ളവരങ്ങനെയല്ലേ? അങ്ങനെ അദ്ദേഹം സന്തോഷപൂർവം ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോന്നൽ, സന്തോഷമുള്ള സമയത്ത് ഞാൻ എൻ്റെ നാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ആളുകളെ, എൻ്റെ കുടുംബങ്ങളെ വിളിച്ച് ഞാനൊരു സൽക്കാരം കൊടുക്കട്ടെ, ഒരൽപ്പം പണം ചെലവഴിക്കട്ടെ എന്ന് മനസ്സിലാക്കി ഹജ്ജിന് പോകുന്ന മനുഷ്യനൊരു സദ്യ ഉണ്ടാക്കി
ജനങ്ങളെ സൽക്കരിച്ചാൽ, ഓ സഹോദരന്മാരെ, അത് തെറ്റാണെന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല ഇല്ല, പറയേണ്ടതില്ല. ഏതുപോലെ മകളുടെ കല്യാണം നടന്നാൽ ആ കല്യാണ ദിവസം ബിരിയാണി വെച്ച് കൊടുക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന് അങ്ങനെ പതിവില്ലെങ്കിലും, അതുപോലെ മകന്റെ കല്യാണം നടക്കുമ്പോ, അതുപോലെ അവനവന്റെ കല്യാണം നടക്കുമ്പോ ആ കല്യാണത്തോടനുബന്ധിച്ച് സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിച്ച ആളുകൾക്ക് ആ വിവാഹം കഴിച്ച വരന് വലീമത്ത് കൊടുക്കുക എന്നൊരു സുന്നത്തുണ്ട്. ഔലിം വലൗ ബിശാ. അതേ, വിവാഹം കഴിച്ച നീ വിവാഹ സദ്യ കൊടുത്തോളൂ, അതൊരാട്ടിനെ അറുത്തിട്ടാണെങ്കിലും ശരിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാ സ്വന്തം വിവാഹം നടത്തുന്ന വരനാണ്, അല്ലെങ്കിൽ വരന്റെ ബാപ്പയാണ്. അങ്ങനെ വരന്റെ കക്ഷികൾ വിവാഹശേഷം സദ്യ കൊടുക്കണം എന്ന് അതാ ഇസ്ലാമിൽ സുന്നത്തുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പറയട്ടെ, ഒരു പുതിയ വീട് നിർമ്മിച്ച വീട്ടിൽ താമസിക്കുന്ന ദിവസം, ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ദിവസത്തോടനുബന്ധിച്ചൊരു ദിവസം, അതുപോലെ ചില ഭക്ഷണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുള്ള ആ ചെലവഴിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടില്ലെങ്കിലും അത് പുണ്യകർമ്മം തന്നെ. കാരണം ഖുർആൻ പറഞ്ഞല്ലോ, മുത്തഖീങ്ങൾക്കാണ് സ്വർഗം. ആ മുത്തഖീങ്ങളെ ലക്ഷണമാണ് സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുക എന്നത്. അപ്പൊ ഹജ്ജിന് പോകുമ്പോൾ ഭക്ഷണം കൊടുത്താൽ മോശമല്ല. ദുബായിലേക്ക് ആദ്യമായിട്ട് പോവാ, അല്ലെങ്കിൽ രണ്ടാമത് പോലെ മൂന്നാമത് പോകുന്ന സെല്ലറെ വിളിച്ച് ഒരു ചായ കൊടുത്താൽ തെറ്റൊന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ കല്യാണത്തിന് ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുതിയ വീടുണ്ടാക്കി താമസിക്കുമ്പോൾ അല്ലെ സഹാബത്ത് അന്ന് ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് തെളിവന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഖുർആനിൽ വ്യക്തമായിട്ടുള്ള പറഞ്ഞാണ്, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്ന മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. അപ്പൊ സന്തോഷമുള്ളപ്പോഴൊക്കെ നല്ലതാ ചെലവഴിക്കൽ. അത് ചെലവഴിക്കുമ്പോൾ അമിതമാകരുത്, അതൊരു വിഷയം. അമിതമായിട്ട് ഒരു സംഗതിയും പറ്റൂല. ഒക്കെ മിതത്വം പാലിക്കണം. അത് എല്ലാ വിഷയത്തിലും വേണം, ഒരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാം മിതത്വം പാലിക്കണം. അത് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമമാണ്. തീവ്രതയും അമിതത്വവും അതുപോലെ തന്നെ അനാവശ്യവും അതൊന്നും ഇസ്ലാം അംഗീകരിക്കൂല. മിതത്വം പാലിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ചെലവഴിക്കുക അത് സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുക, പ്രയാസമുള്ള സമയത്ത് ചെലവഴിക്കുക. ബാപ്പ മരിച്ചാലും ഭക്ഷണം കൊടുക്കുക, മകൻ ജനിച്ചാലും ഹഖീഖത്തർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച റബീഉൽ അവ്വൽ മാസം 12 വരുമ്പോ സന്തോഷത്തോടെ ചെലവഴിച്ച് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനൊക്കെ എല്ലാവരും സഹകരിക്കുക. കുറ്റാടിയിൽ സിറാജുൽ ഹുദ വന്നതിന് ശേഷം 10 മുതൽ ഇന്ന് വരെ റബീഉൽ അവ്വൽ 12 വലിയ സദ്യ കൊടുക്കും. ഈ ടൗണിലുള്ള എല്ലാ കച്ചവടക്കാരും തൊഴിലാളികളും അതിലുള്ള എല്ലാവരും അതിന് സഹകരിക്കാറുണ്ട്. ആരും സഹകരിക്കാതിരിക്കാറില്ല, എല്ലാവരും സഹകരിക്കാറുണ്ട്. കാരണം സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നതിൽ ഖുർആനിന്റെ നിർദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം വരുമ്പോൾ മുസ്ലിമിയർക്ക് വലിയ സന്തോഷമാണ്. ആ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കാൻ ഖുർആൻ പഠിപ്പിച്ചതാണ്. ദുഃഖമുള്ള സമയത്തും ചെലവഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാപ്പ മരിച്ചാലും ഭക്ഷണം കൊടുക്കും. കാരണം ദുഃഖമുള്ള സമയത്തും ചെലവഴിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കച്ചവടത്തിൽ പൊളിഞ്ഞാലും സംഭാവന ചെയ്യും, പക്ഷെ സാധാരണ കഴിയും പോലെ സംഭാവന കഴിയുന്നത് പോലെ കൊടുക്കും. അങ്ങനെയാണ് എപ്പോഴും ചെലവഴിക്കുക. അത് മുത്തഖീങ്ങളെ ലക്ഷണമാണ്. മുത്തഖീങ്ങൾക്കാണ് സ്വർഗം. ആ മുത്തഖീങ്ങളുടെ തഖ്വയുടെ അടിത്തറ എവിടെയാണ്? അത് മനുഷ്യന്റെ മനസ്സാണ്. അതാണ് അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് പറഞ്ഞു, ഓ സഹോദരന്മാരെ, തഖ്വയുള്ള മനസ്സാകുമ്പോൾ ആ മനസ്സിന്റെ പ്രത്യേകത എന്താണ്? ആ മനസ്സിന്റെ പ്രത്യേകത സൃഷ്ടികളിലേക്ക് തിരിയൂല, സൃഷ്ടാവിലേക്ക് തിരിഞ്ഞുകൊണ്ടേയിരിക്കും.
ആ മനസ്സ് സൃഷ്ടാവായ റബ്ബിലേക്ക് തിരിയും, സൃഷ്ടികളിലേക്ക് തിരിയൂല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൃഷ്ടികളുമായി ബന്ധപ്പെടുന്നുണ്ടാകും, സൃഷ്ടികളെ കാണുന്നുണ്ടാകും, സൃഷ്ടികളെ ആദരിക്കുന്നുണ്ടാകും, സൃഷ്ടികളെ സ്നേഹിക്കുന്നുണ്ടാകും, ജനങ്ങളുമായി ഇടപഴകുന്നുണ്ടാകും, അങ്ങനെ പലതും പലതും ഉണ്ടാകും. പക്ഷേ മനസ്സിന്റെ അടിത്തട്ടിൽ ഉറച്ച വിശ്വാസമാണ്. കൊടുക്കുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ, തടയുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. അവൻ തോന്നിപ്പിച്ചാലല്ലാതെ ഒരു മനുഷ്യനും ഒന്നും കൊടുക്കുകയില്ല, ഒരാളിൽ നിന്നും ഒന്നും കിട്ടുകയില്ല. എല്ലാം അവന്റെ അധികാരത്തിലാണ്. അവൻ തീരുമാനിച്ചത് ഇവിടെ നടപ്പാക്കും, അവൻ തീരുമാനിക്കാത്തത് നടപ്പാക്കാൻ ഒരാൾക്കും ഒരു ശക്തിക്കും സാധ്യമല്ല. അങ്ങനെ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചവനാണ് തഖ്വയുള്ളവൻ. ആ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ പടച്ച റബ്ബിന് വേണ്ടിയായിരിക്കും, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കും. നമ്മുടെ നടത്തവും ഇരുത്തവും പോക്കും വരവും, ഓ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സിറാജുൽ ഹുദയുടെ ഈ 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മഹത്തായ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ എന്ത് ചെലവഴിച്ചാലും, ഞാൻ എത്ര സമയം ചെലവഴിച്ചാലും, ഞാൻ എന്ത് തന്നെ ചെയ്താലും ഇതാ അതെനിക്കെന്റെ റബ്ബ് പ്രതിഫലം തരുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്തിനും തയ്യാറായി വന്ന വളണ്ടിയർമാരെ, ചെറുപ്പക്കാരെ, SSFന്റെയും SYSന്റെയും പ്രവർത്തകരെ, കുറ്റ്യാടിയിലും പരിസരങ്ങളിലും നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്യുമെന്ന നിലയ്ക്ക് എല്ലാം മറന്ന് ഈ പരിപാടിയിൽ സഹകരിക്കുന്ന മുഅ്മിനീങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ഖൽബിന്റെ അടിത്തട്ടിലുള്ള വികാരങ്ങൾ അറിയുന്ന റബ്ബ് യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. അവന്റെ മുന്നിൽ സോപ്പിടല് നടക്കൂല, കാട്ടിക്കൂട്ടല് കൊണ്ട് രക്ഷപ്പെടൂല. അവന്റെ മുമ്പിൽ അതാ ഞെളിയല് നടക്കൂല. അവൻ രഹസ്യമറിയുന്നവനാണ്, മനസ്സറിയുന്നവനാണ്, കണ്ണിന്റെ കട്ടുനോട്ടമറിയുന്നവനാണ്. അവനെല്ലാം എല്ലാം എല്ലാം ഒരുപോലെ അറിയുന്നവനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഓരോ ചവിട്ടടികൾ എടുത്തു വെക്കണം. റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കണം. റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് റബ്ബ് തന്നതിൽ നിന്ന് നാം ചെലവഴിക്കണം. അവനെന്റെ ചിന്ത അറിയുന്നുണ്ട്, അവനെന്റെ ചലനം കാണുന്നുണ്ട്, അവനെന്റെ പ്രവർത്തനം വീക്ഷിക്കുന്നുണ്ട്. അവൻ അറിയാത്തതില്ല, കേൾക്കാത്തതില്ല. അവന്റെ മുന്നിലൊന്നും മറച്ചു വെക്കാൻ സാധ്യമല്ല. ആ റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും നടത്തണം. അതിന് റബ്ബ് കൊടുക്കുന്ന ഫലങ്ങൾ വലുതാണ് കേട്ടോ. ഇഖ്ലാസ് എന്ന് പറയുന്നൊരു കാര്യം, അതേ മനുഷ്യന്റെ മനസ്സിൽ റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കുക എന്നത് അതല്ലേ അഖ്ലിസ് വദാ അൽ തുരീദ ബിതാത്തിൽ ഇല്ല തഖറബ മിൻ ഇലൈകദിൽ ഉലാ. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അല്ലാഹുവിലേക്ക് അടുക്കണം.
അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം എന്ന് മാത്രം ചിന്തിക്കുക. അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ആ ഇഖ്ലാസ് ഒരു മനുഷ്യന് കിട്ടിയാൽ അവൻ വിജയം കൈവരിച്ചു പോയി. ഞാൻ പറയട്ടെ, അതില്ലെങ്കിലോ എല്ലാം നഷ്ടപ്പെട്ടു പോയി, അധ്വാനം തകർന്നു പോയി, ഉറക്കൊഴിച്ചത് വെറുതെയായി പോയി, പ്രസംഗിച്ചത് വെറുതെയായി പോയി, അധ്വാനിച്ചത് വെറുതെയായി പോയി, എല്ലാം വെറുതെയായി പോയി. അതേ സമയത്ത് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഏത് ചലനവും നടത്തിയത്, ഏത് വാക്കും പറഞ്ഞത്, ഏത് പ്രവർത്തനവും നടത്തിയത്, അവനൊരിക്കലും പരാജയപ്പെടൂല. ഒരു മുസ്ലിമിന്റെ മനസ്സ് ചതിയിൽപ്പെടുത്തി ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യര് ചതിയിൽ കൊടുക്കാൻ സാധ്യമല്ല. അതിന് 3 കാര്യം വേണം. എന്താണ് ആ 3 കാര്യം? ഇഖ്ലാസുൽ അമലി ലില്ലാഹ്. ഏത് പ്രവൃത്തി ചെയ്യുന്നതും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം. ഒരു ലാഭവും ഒരു കാര്യവും അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കരുത് കേട്ടോ. നല്ല ബോധം വേണം. ഞാൻ ഇന്നത്തെ ദിവസം ഈ പ്രസംഗം നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ മുഅല്ലിമീങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരായ SOSന്റെയും SSFന്റെയും പ്രവർത്തകർ, അവരാണ് ഈ സമ്മേളനത്തിന് കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്ന വളണ്ടിയർമാർ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം അവരെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് നമ്മൾ ഓരോ ചലനങ്ങളും നടത്തണം. അതുപോലെ ഈ സ്ഥാപനത്തെ സഹകരിക്കുന്ന, സ്ഥാപനവുമായി സഹായിക്കുന്ന മുഴുവൻ ആളുകളും അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ഒരു കാര്യവും കിട്ടൂല. കൊടുക്കുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ, തടയുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അത് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കണം. ഈമാനു മർഇൻ ലാ യകൂനു തകാമല ഹത്താ യറാനാ സംബി ഇബ്നിൻ മുസിലാ ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലൈബിൻ ഫീ ദിൽ ഉലാ. അങ്ങനെയുള്ള ഇഖ്ലാസുള്ള മനുഷ്യന് മാത്രമേ രക്ഷയുള്ളൂ. അല്ലാത്ത മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുൽ മഅ്ബരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മനുഷ്യന്മാരെ ഒട്ടകങ്ങളെ പോലെ കരുതണം. എന്നാ കഴുത്തിന് നീളമുണ്ടെന്ന് കരുതണമെന്നല്ല, മറിച്ച് നമ്മളൊരു സൽക്കർമ്മം ചെയ്യുമ്പോ ആ സൽക്കർമ്മം ഒരു ഒട്ടകം കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു വണ്ടിയിൽ വെയിൽ കൊണ്ടിങ്ങനെ റോട്ടുമ്മൽ നിൽക്കുകയാണ്. എന്തിന്? റോഡ് ബ്ലോക്ക് ആകാതിരിക്കാൻ. ഒരു വെള്ളം പോലും കിട്ടിയിട്ടില്ല, അവിടുന്ന് നീങ്ങിയാ ബ്ലോക്കായി പോകും. അങ്ങനെ അയാൾ നിൽക്കുമ്പോ അയാൾ മനസ്സിലാക്കണം, ഇത് അള്ളാഹു കാണുന്നുണ്ട്. അതേ സമയത്ത് ഇത് കാന്തപുര ഉസ്താദ് കണ്ടില്ലല്ലോ, പേരോട് ഉസ്താദ് കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ താഹാദങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നല്ല, കാണേണ്ടവൻ കാണുന്നുണ്ട്. ഞങ്ങളാരും കണ്ടിട്ട് ഒരു കാര്യം കിട്ടാനില്ല. കാരണം ഞങ്ങൾക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ കഴിയില്ല, ഒന്നും തടയാനും കഴിയില്ല, ആർക്കും ഒരു അധികാരവുമില്ല. അധികാരമുള്ളവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അവൻ കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. അവനാണ് ദുനിയാവിൽ തരേണ്ടവൻ, അവനാണ് ആഖിറത്തിൽ നൽകേണ്ടവൻ. വേറെ കൊടുക്കുന്നവരില്ല, തടയുന്നവരില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ ആദം നബി അലൈഹിസ്സലാമിനെ കാണാൻ പല മൃഗങ്ങളും പല ജീവികളും ചെന്നു, കൂട്ടത്തിൽ മാനുകളും ചെന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സന്ദർശിച്ചപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാനിന്റെ മുതുകിൽ തടകിയിട്ട് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. അത് അമ്പിയാക്കളെ പതിവാണ്, ആലിമീങ്ങളെ പതിവാണ്.
അവരുടെ അടുക്കൽ ആശീർവാദത്തിന് വരുന്ന ആളുകളുണ്ടാകും, അവരുടെ അടുക്കൽ ആശീർവാദത്തിന് വരുന്നവരുണ്ടാകും. അതിൽ ജനങ്ങളുമുണ്ടാകും, മൃഗങ്ങളുമുണ്ടാകും, പലരുമുണ്ടാകും. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയിൽ കൈവച്ചിട്ട് ചെറിയ മക്കൾക്ക് ആശീർവദിക്കാറുണ്ട്, പ്രാർത്ഥന നടത്തി കൊടുക്കാറുണ്ട്. സഹീഹായ ഹദീസിൽ കാണാം, സാഹിബ് റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിൽപ്പെട്ടൊരു സഹാബിയാണ്. അതുപോലെ എത്രയോ സഹാബികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈവച്ച് കൊടുത്തു വിട്ട എത്രയോ സഹാബികളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അണച്ചുകൂട്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊടുത്ത വലിയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വിസർജനത്തിന് വേണ്ടി പോയി. വിസർജനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് അവിടുത്തേക്ക് ഒതുവെടുക്കാനും ശുചീകരിക്കാനുമുള്ള വെള്ളം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് എത്തിച്ചു കൊടുത്ത മുതഅല്ലിമാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവിന്റെ റസൂല് ഞാൻ വരുമ്പോഴേക്ക് വെള്ളം കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല, കണ്ടറിഞ്ഞ് വെള്ളം കൊണ്ടുപോയി വെച്ചതാണ്. ആ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ വെള്ളം കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചത് കണ്ടപ്പോ ആരാണ് ഈ വെള്ളം വെച്ചതെന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം കൊണ്ട് ശുചീകരണം നടത്തുന്നതിന്റെ പുറമെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടിയെ പിടിച്ചൊന്ന് അണച്ചുകൂട്ടിയിട്ട് ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ. അല്ലാഹുവേ, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആനിൽ വലിയ ഇൽമ് ഈ ചെറിയ കുട്ടിക്ക് കൊടുക്കണം അല്ലാഹ്. ആ മുതഅല്ലിമിന് പ്രത്യേകം ആശീർവാദം കിട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയോ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുള്ള പേര് റഈസുൽ മുഫസ്സിരീൻ. ഖുർആനിന്റെ വ്യാഖ്യാനം പറയുന്ന പണ്ഡിതന്മാരുടെ തലവനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഖുർആനിലുള്ള ഇൽമും അത് പറഞ്ഞാൽ തീരാത്ത ഇൽമാണ്. അത് എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കാനുള്ള പ്രത്യേക ബുദ്ധിയും അറിവും തൗഫീഖും പൊരുത്തവും കൊടുത്തുകൊണ്ട് അല്ലാഹു തആല നിശ്ചയിച്ച ചില മഹാന്മാരുണ്ട്. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നബിയേ, ഖുർആൻ അങ്ങയിലേക്ക് അവതരിപ്പിച്ചത് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നബിയേ, തങ്ങളെ വിശദീകരണം മാത്രം പോരാ, വലഅല്ലഹും യതഫക്കറൂൻ. ചിന്തിക്കാൻ കഴിയുന്ന മഹാപണ്ഡിതന്മാർ അവർ ചിന്തിച്ച് മനസ്സിലാക്കാനുമാണ് നബിയേ. ഖുർആനിന്റെ ആശയങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയ തൗഫീഖ് കിട്ടിയ പണ്ഡിതന്മാരുണ്ട്. അവരിൽ ഏറ്റവും വലിയ തലവനായി എണ്ണപ്പെടുന്ന ആളാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശീർവാദം ലഭിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ അണച്ചുകൂട്ടി ദുആ ചെയ്തു കൊടുത്തതാണ്. സഹോദരന്മാരെ, മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബറക്കത്തിന് വേണ്ടി കാണാൻ വന്ന മാനുകൾ, ആ മാനുകളുടെ അതാ മുതുകിൽ തടകിയിട്ട് നബി സല്ലല്ലാഹു മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നങ്ങ് പ്രാർത്ഥിച്ചു കൊടുത്തു. മാനുകൾ ഇങ്ങോട്ട് വന്നതുപോലെയല്ല മടങ്ങിപ്പോകുന്നത്. വലിയ ബർക്കത്ത് കിട്ടിപ്പോയി. എങ്ങനെ കിട്ടി? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കൈവച്ച് ദുആ ചെയ്തു കൊടുത്തപ്പോൾ വലിയ ബർക്കത്ത് കിട്ടിപ്പോയി. ആ മാനുകൾക്ക് അല്ലാഹു തആല കൊടുത്ത ബർക്കത്താണ് കസ്തൂരി എന്ന് പറയുന്ന വലിയ വില പിടിച്ച സുഗന്ധം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതുകിൽ തടകി പൊരുത്തം കൊടുത്തപ്പോൾ കിട്ടിയതാണ്. അതും കൊണ്ട് ആ മാനുകളൊക്കെ കാട്ടിലേക്ക് മടങ്ങി.
നാട്ടിൽ ചെന്ന് നോക്കുമ്പോ അതാ കുറെ മാനുകൾ ഈ സിയാറത്തിൽ പങ്കെടുക്കാത്ത, ആദം നബി അലൈഹി ഇസ്ലാമിനെ സന്ദർശിക്കാത്ത. സിയാറത്ത് എന്നതിന്റെ അർത്ഥം സന്ദർശിക്കുക എന്നാണ്. സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് നോക്കുന്നതിനാണ് സന്ദർശിക്കുക എന്ന് പറയാ. ചില ആളുകൾ പറയും ഖബർ സന്ദർശിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധം ഇല്ല, പക്ഷേ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല. പിന്നെ ഇങ്ങനെ ഖബർ ഇങ്ങോട്ട് വന്നിട്ട് സിയാറത്ത് ചെയ്യും. അല്ലെങ്കിൽ ഖബർ കാലിന് തടഞ്ഞു വീഴുമ്പോ സന്ദർശിക്കാതോ, അതിന്റെ പേരാ സന്ദർശനം. രോഗം സന്ദർശിക്കാതെ രോഗിയെ സന്ദർശിക്കാന്നതിന്റെ അർത്ഥം ഇതാ, രോഗി ഇങ്ങോട്ട് വരുമ്പോ കാണുകയാണ്. രോഗിയെ സന്ദർശിക്കാന്ന് പറഞ്ഞാൽ രോഗിയെ അങ്ങോട്ട് ചെന്ന് നോക്കുന്ന രോഗിയെ സന്ദർശിക്കല്. സന്ദർശിക്കാത്ത വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകുന്നതല്ലേ? അപ്പൊ ഖബർ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഖബർ അങ്ങോട്ട് ചെന്ന് നോക്കുന്നതിനാണ് ഈ സന്ദർശിക്കാത്തത്. ഖബറിലുള്ള ആളെയാണ് വാസ്തവത്തിൽ സന്ദർശിക്കുന്നത്. അത് ഖബറിൽ ഉള്ളത് കൊണ്ട് ഖബർ സന്ദർശിക്കാൻ നമ്മൾ പറയാം. ഇതുപോലെ നമ്മൾ പള്ളിക്കുവാണ് എന്ന് പറയുന്നത്. പള്ളിക്കല്ല പോകുന്നത്, നിസ്കരിക്കാനാ പോകുന്നത്. പള്ളിക്കുവാന്ന് പറയുന്ന അർത്ഥം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പോകുന്നു എന്നാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പള്ളിക്കുവാന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി ജുമാക്കുവാണ് എന്നാ പറയേണ്ടത്, പള്ളിക്കുവാന്നാ പറയല്. അത് സാധാരണയാണ്. ഇതുപോലെ ഖബർ സിയാറത്ത് ചെയ്യാനാൽ ഖബർ എന്ന് പറയുന്നത് ഈ മണ്ണ് സിയാറത്ത് ചെയ്യല്ല, പിന്നെ ആ ഖബറിന്റെ ഉള്ളിലുള്ള ആളെ സന്ദർശിക്കാൻ, ഖബറിന്റെ ഉള്ളിലുള്ള ആളെ സന്ദർശിക്കാൻ. അപ്പൊ ചിലർ ചോദിക്കും ഖബറിന്റെ ഉള്ളിലുള്ള ആളെ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ സന്ദർശിക്കാൻ? അത് നിങ്ങൾക്ക് മനസ്സിലാണോ? ഇന്നാളെ ഒരു ദിവസം ഇവിടെ എൻ്റെ അടുത്ത് ഒരാൾ വന്ന്, മൂപ്പർക്ക് 2 കണ്ണിനും കാഴ്ചയില്ല. മൂപ്പര് വന്ന് ഇവിടെ ഈ ജുമാഅത്ത് പള്ളിയിൽ ഞാനൊരു ചെറിയ കളക്ഷനൊക്കെ എടുത്തു കൊടുക്കാം, അവിടെ ആൾക്കാരോടൊക്കെ അയാൾ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. മൂപ്പർക്ക് 2 കണ്ണിനും കാഴ്ചയില്ല, 2 കണ്ണിനും കാഴ്ചയില്ല. അയാളാ പറഞ്ഞു ഞാൻ കാണാൻ വന്നതാണ്. ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, തങ്ങളോട് വിളിച്ചത്, തങ്ങളെ ഞാൻ നിങ്ങളെ കാണാൻ വന്നിട്ട് കണ്ടിട്ടില്ല. അതിന്റെ പെണ്ണുങ്ങൾ വന്ന് തങ്ങളെ ഇങ്ങനെ നോക്കുക. കാണാൻ വന്നതിന്റെ അർത്ഥം നോക്കുക എന്നല്ല, പിന്നെ നിങ്ങളെ വീട്ടിലോളം ഞാൻ വന്നു അവിടുത്തെ ദ്വാ കിട്ടാനും അതിന്റെ അർത്ഥം, അല്ലാതെ ഞാൻ കണ്ടു എന്ന അർത്ഥത്തിലല്ല. ഓരോ വാചകവും പറയുമ്പോൾ അതിനൊരു ഉദ്ദേശം ഉണ്ടാവും. ആ ഉദ്ദേശാർത്ഥ പ്രകാരം ഓരോ വിഷയങ്ങളും മനസ്സിലാക്കണം, ഓരോ വാചകങ്ങളും മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോവും. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശിച്ച മാനുകൾക്ക് കസ്തൂരി കിട്ടിയത് കണ്ടപ്പോ കാട്ടിലുള്ള മാനുകൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന ഈ കസ്തൂരി കിട്ടിയത്? അപ്പൊ മറ്റുള്ള മാനുകളോട് ഈ മാനുകൾ പറഞ്ഞു, ഞങ്ങൾ ഒരു മഹാനായ നബി ഭൂമിയിൽ ഇറങ്ങിയപ്പോ നബിയെ കാണാൻ പോയി. നബിയെ കാണാൻ പോയപ്പോ നബി ആശീർവദിച്ചു, ഞങ്ങൾക്കൊക്കെ കസ്തൂരി കിട്ടിയെന്ന്. ഓ ശരി, അങ്ങനെ നബിയെ കാണാൻ പോയാൽ കസ്തൂരി കിട്ടൂലേ? എന്താ പിന്നെ നമുക്ക് പോണോ നബിനെ കാണാൻ? ചില നബിയെ കാണാൻ വേണ്ടി ബാക്കിയുള്ള മാനുകളൊക്കെ കാട്ടിൽ നിന്ന് ഇറങ്ങി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ വന്നപ്പോ ആദം നബി അലൈഹി സ്വലാമിന് വിവേചനമില്ല. മഹാന്മാർക്ക് വിവേചനം ഉണ്ടാവൂല. അവരെല്ലാവരെയും സ്വീകരിക്കും. അവരെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ചിലർക്ക് തോന്നും ഇവരൊരു പൊട്ടപ്പോയത്തക്കാരാണ്. കാരണം ഇഖ്ലാസോടെ വന്നവനും ഇഖ്ലാസോടെ വരാത്തവനും അവർക്ക് തിരിച്ചറിഞ്ഞാൽ തന്നെയും ഇനിയെങ്കിലും നന്നാകട്ടെ എന്ന നിലക്ക് അവരെല്ലാവരെയും സ്വീകരിക്കും. അതാണ് മഹാന്മാരുടെ സ്വഭാവം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വന്ന മാനുകളെയും സ്വീകരിച്ചു. ആ മാനുകളെ മുതുകും തടകി പ്രാർത്ഥിച്ചു കൊടുത്തു. മാനുകൾ മടങ്ങിപ്പോയി കാട്ടിലേക്ക്. ഒറ്റ മാനിനും കസ്തൂരില്ല, ഒറ്റ മാനും കസ്തൂരി ഇന്ന് വരെ ഇല്ല. ആദ്യം പോയ മാനിന്റെ അനന്തരാവകാശികളായ ഇന്നും അതിന്റെ അനന്തരാവകാശികളായ മാനുകൾക്കുണ്ട്, മറ്റേ മാനിനില്ല. എന്താ കാരണം? ആദ്യം പോയ മാന് കസ്തൂരിക്ക് വേണ്ടി പോയതല്ല, ആദ്യം പോയ മാന് ബർക്കത്തിന് പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി ആദം നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്തിന് പോയതാണ്. ബർക്കത്തിന് പോയത് കൊണ്ട് തന്നെ ബർക്കത്ത് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മാനും കൂട്ടം പോയത് ബർക്കത്തിനല്ല, കസ്തൂരിക്ക് വേണ്ടി പോയതാണ്. അല്ലാഹ് ബഹുമാനിച്ച നബിയെ ബഹുമാനിച്ച് പോയതല്ല, കാര്യലാഭത്തിന് പോയതാണ്. കാര്യലാഭത്തിന് പോയവന് ബർക്കത്തില്ല കേട്ടോ. സിറാജുൽ ഹുദാ അൽഹംദുലില്ലാഹ്. നേരത്തെ ഇവിടെ കാര്യാട്ട് കുഞ്ഞമ്മദാജി പറഞ്ഞതുപോലെ, സ്വാഗതം പറഞ്ഞ PK അബ്ദുൽ കരീം പറഞ്ഞതുപോലെ, ഓ മുസ്ലിമീങ്ങളെ, ഇത് തഖ്വയുടെ മേൽ അടിത്തറയിടപ്പെട്ടതാണ്. ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ട് എന്തോ ഒരു പുരോഗതി കണ്ടിട്ട് അതിന്റെ പേരിൽ തുടങ്ങിയതല്ല, മറിച്ച് ആരും തിരിഞ്ഞു നോക്കാതെ, ആരും ഭാഗം ശ്രദ്ധിക്കാതെ
ഏകദേശം 40-ലധികം വർഷം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ചലനവുമില്ലാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളില്ലാതെ, മക്കയിൽ നടക്കുമ്പോൾ ഒരു ജുമഇല്ലാതെ, മദീനയിൽ നടക്കുമ്പോൾ ഒരു തറാവീഹ് ഇല്ലാതെ, മക്കയിലും മദീനയിലും നടക്കുന്നത് പോലെ ഒരു 2 ബാങ്ക് കൊടുത്തുകൊണ്ടുള്ള ജുമഇല്ലാതെ, അതേ മക്ക മദീനയെ പിന്തുടരുന്ന പരിപാടിയില്ലാതെ, എന്തോ തെറ്റിദ്ധരിച്ചു പോയ ചിലർ, അല്ലാഹു അവരെ തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കട്ടെ. നമ്മൾ അവരെ ചീത്ത പറയരുത്, തെറി പറയരുത്, നിസാരപ്പെടുത്തരുത്. കൂടുതലായി അറിവില്ലാത്ത ജനങ്ങൾ റബ്ബേ നല്ല മനസ്സുള്ളവരാകാം. ആരെങ്കിലും തെറ്റുകളിൽ പെട്ടവരുണ്ടെങ്കിൽ, ആരെങ്കിലും തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തിയവരുണ്ടെങ്കിൽ അവരെല്ലാം ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളെ അയൽവാസികൾ. അവർക്കെല്ലാം പൊറുക്കണം റഹ്മാനേ, അവർക്കെല്ലാം വെളിച്ചം നൽകണം റഹ്മാനേ. റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ആരെയും ആക്ഷേപിക്കാൻ പറയുന്നതല്ല, എല്ലാവർക്കും അറിയുന്നൊരു സത്യം പറയുകയാണ്. 45 കൊല്ലത്തോളം മരിച്ച വീട്ടിൽ പരിശുദ്ധ ഖുർആനിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ശൈഖ് സായിദ് മരിക്കുമ്പോൾ മരിച്ചത് മുതലേ ഖുർആനോത്ത് ഇന്നും ഖബറിന്റെ സമീപത്ത് തുടരുന്നു. അതാ സൗദിയിലെ രാജാക്കന്മാര് മരിക്കുമ്പോ റേഡിയോവിലും അതുപോലെ ടെലിവിഷനിലും ഖുർആനോത്ത് തുടരുന്നു. ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും അതേ UAE-യിലുമൊക്കെയുള്ള അതാ വലിയ വലിയ ശൈഖന്മാര് മരിക്കുമ്പോ ടെലിവിഷൻ നിറയെ ഖുർആനോത്ത് കേൾക്കുന്നു. ലോകമെമ്പാടും മരിച്ച സ്ഥലങ്ങളിൽ ഖുർആൻ ഓതുന്നു. പക്ഷേ അതിന്റെ മഹത്വം ചെറുതല്ലല്ലോ സഹോദരന്മാരെ. ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുമെന്ന് ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും ആവശ്യമുള്ള വ്യക്തിയല്ലേ മരിച്ച മയ്യിത്ത്. ആ മയ്യിത്തിന്റെ കുടുംബം, ആ മയ്യിത്തിന്റെ വീട്, ആ മയ്യിത്തിന്റെ ഖബർ. അതുകൊണ്ടല്ലേ ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ശിഷ്യന്മാര് ചുറ്റുഭാഗത്തും ഇരുന്ന് ഖുർആൻ ഓതിയില്ലേ? ശാഫി ഇമാം തങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞില്ലേ, ഖബറിന്റെ അടുക്കൽ കഴിയും പോലെ ഖുർആൻ ഓതണേ, മയ്യിത്തിന്റെ അടുക്കൽ കഴിയും പോലെ ഖുർആൻ ഓതണേ. അത് സുന്നത്താണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശറഹുൽ മുഹദ്ദബിലില്ലേ, റിയാദുസ് സാലിഹീനിലില്ലേ, എല്ലാ കിതാബിലും പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ലോകത്തുള്ള വലിയ വലിയ ഇമാമികൾ മുഴുവനും പരിശുദ്ധ ഖുർആൻ ഓതണമെന്ന് പറയുകയും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദുറുൽ മൻസൂറിലും എന്തിനധികം പറയണം, അതേ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹിലും അങ്ങനെ എല്ലാ കിതാബുകളിലും സഹാബത്ത് ഖബറിന്റെ അടുക്കലും മയ്യിത്തിന്റെ അടുക്കലും ഒക്കെ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു എന്ന് പരസ്യമായി രേഖപ്പെടുത്തുമ്പോൾ, അതാ ഈ കുറ്റ്യാടിയിൽ ഒരു മയ്യിത്ത് ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ എത്ര തന്നെ വലിയ സ്വത്ത് അദ്ദേഹം പൊതു സ്വത്തേക്ക് കൊടുത്തവനാണെങ്കിലും രാജ്യത്തിന്റെ പുരോഗതിക്ക്, നാട്ടിന്റെ പുരോഗതിക്ക്, നാട്ടിലുള്ള സ്ഥാപനത്തിന് വലിയ ഏക്കർ കണക്കിന് സ്വത്ത് കൊടുത്ത മുതലാളിമാർ ഈ രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ വലിയ സ്ഥലം കൊടുത്തവരുണ്ട്, വലിയ പണം കൊടുത്തവരുണ്ട്. അതെ, അങ്ങനെ പലതും കൊടുത്ത നല്ല മനസ്സുള്ള പലരും ഈ രാജ്യത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. തെറ്റിദ്ധാരണകൾ അവർക്ക് പറ്റിയെങ്കിൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നല്ല നീയത്തുള്ള പലരും ഇവിടെ കഴിഞ്ഞു പോയവരുണ്ട്. ഞാൻ പറയട്ടെ, പക്ഷേ അവര് മരിച്ചപ്പോൾ അവരെ മയ്യിത്തിനെടുക്കൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരു സൂറത്ത് പോലും ഓത്ത് കിട്ടാത്തൊരവസ്ഥ. അവരെ മയ്യിത്ത്
മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൈറു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാനും എന്റെ മുൻഗാമികളായ അമ്പിയാക്കളും ചൊല്ലിയത് ഇതിൽ വെച്ച് ഏറ്റവും ഖൈറായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായി പഠിപ്പിച്ചില്ലേ ഇദാ ഹദർതുൽ മരീദ അവൽ മയ്യിത ഫഖൂലു ഖൈറാ മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് നിങ്ങൾ എത്തിയാൽ അതുപോലെ നിങ്ങൾ മരിച്ച മയ്യിത്തിനടുക്കൽ എത്തിയാൽ നിങ്ങൾ ഖൈറായത് ചൊല്ലണേ ഏറ്റവും ഖൈറായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് തളീക്കരയിലുള്ള മുസ്ലിമീങ്ങൾ മയ്യിത്ത് കൊണ്ടുപോകുമ്പോ കൊളങ്ങരത്താഴെയുള്ള മുസ്ലിമീങ്ങൾ മയ്യിത്ത് കൊണ്ടുപോകുമ്പോ തൊട്ടിൽ പാലത്തുള്ള മുസ്ലിമീങ്ങളും അതുപോലെ പാലേരിയുള്ള മുസ്ലിമീങ്ങളും നരിക്കുട്ടിഞ്ചാലിലും മൊകേരിയിലുമുള്ള മുസ്ലിമീങ്ങളും ദിക്റും ചൊല്ലി മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ഈ കുറ്റ്യാടിയിൽ എത്ര സേവനം ചെയ്താലും എന്ത് തന്നെ അധ്വാനിച്ചാലും എത്ര കോടിക്കണക്കിന് ഉറുപ്പികയുടെ സ്വത്ത് അതാ പൊതുവായ പൊതുസ്വത്തിന് വേണ്ടി വിട്ടുകൊടുത്താലും എത്ര ഏക്കർ സ്വത്ത് തന്നെ ഇവിടെ രാജ്യത്തുള്ള സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ പോലും അവരുടെ മയ്യിത്തിനടുക്കൽ അല്ലാഹുവിന്റെ തൗഹീദിന്റെ കലിമത്ത് ദിക്ർ ചൊല്ലി ഒരു ബറക്കത്ത് ലഭിക്കാത്തൊരു സാഹചര്യം ഇവിടെ കണ്ടപ്പോൾ ഓ മുസ്ലിമീങ്ങളെ ഇന്ന് നമ്മുടെ സിയാറത്തിന് വേണ്ടി പ്രായം വളരെ കൂടുതലുണ്ടെങ്കിലും നമ്മുടെ കൂടെ പെരിങ്ങത്തൂര് വരെ വന്ന് ക്ഷീണമായിട്ട് ഈ സ്റ്റേജിൽ അധ്യക്ഷനായിരിക്കാൻ കഴിയാതെ പോയ ബഹുമാനപ്പെട്ട PCS തങ്ങൾ അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ തെക്കേക്കര കുഞ്ഞബ്ദുള്ള ഹാജി അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഇവിടെ നമ്മുടെ ഓലശറ്റിൽ വന്ന് നിസ്കരിക്കുകയും ഓലശറ്റിൽ വന്നിരിക്കുകയും ചെയ്ത അതാ എത്രയോ ദശക്കണക്കിന് മോമിനീങ്ങളുണ്ട്. ഞാൻ സിറാജുൽ ഹുദയുടെ ഈ അടുത്തിറക്കിയ സിറാജുൽ ഹുദ ചരിത്രവും വർത്തമാനവും എന്ന CD അത് പുറത്തിറക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്യാനിരുന്നപ്പോ അതാ ഒന്നാമത്തെ പന്തലിൽ ജുമാ നിസ്കരിക്കാൻ വേണ്ടി വന്ന കുറെ ആളുകളെ കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു. ഓ മുഅ്മിനീകളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, മുക്കത്ത് താഴെ മദ്രസക്ക് വേണ്ടി ഒരു പണി തുടങ്ങുന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നിരുന്ന വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള സാഹിബ് അടക്കം ഞാൻ പറയട്ടെ, അതുപോലെ മുക്കത്ത് കുഞ്ഞബ്ദുള്ള ഹാജി അടക്കം, കരുവളത്തിൽ കുഞ്ഞബ്ദുള്ള ഹാജി അടക്കം, അതാ പണക്കാരും പാവപ്പെട്ടവരും അതുപോലെ സ്ത്രീകളും പുരുഷന്മാരുമായി നമ്മുടെ ഈ സ്ഥാപനത്തെ സഹായിച്ച ദശക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ, ഒന്നാം സഫിൽ തന്നെ വന്നിരുന്ന ആളുകൾ, ഈ അടുത്ത സമയം മരിച്ചുപോയ കുണ്ടോട്ടി സൂപ്പിക്കയടക്കം അതുപോലെയുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ പ്രവർത്തകന്മാരുടെ പിതാക്കൾ, സഹോദരന്മാർ പലരും വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹ് എല്ലാവരും ഖബറും സന്തോഷത്തിലാക്കട്ടെ. ഓരോ മുഅ്മിനീങ്ങളും പറയട്ടെ, ഒന്നും കണ്ടിട്ടല്ല, ഒരു ചെറിയ ഓലശെട്ടി കെട്ടിയിട്ട് തുടങ്ങുമ്പോ എവിടെ എത്തുമെന്നൊരു ചിന്തയുമില്ലാതെ ഈ പാവപ്പെട്ട എന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഓരോ വ്യക്തികളും അല്ലാഹുവേ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഐശ്വര്യവും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. മരിച്ചുപോയവരെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഈ പ്രദേശത്ത് അതാ ദിക്ർ വേണം, സലാത്ത് വേണം, ഖുർആനോത്ത് വേണം. വെറും നാടകം പോരാ, നൃത്തം പോരാ, നാടകം പോരാ, സദാ പരിഹസിക്കല് പോരാ, വേഷം കെട്ടല് പോരാ. ഇവിടെ ആത്മീയമായ പ്രവർത്തനങ്ങൾ നടക്കണം. ദിക്ർ വേണം, സലാത്ത് വേണം, ഖുർആനോത്ത് വേണം. മരിച്ച വീട്ടിൽ ഖുർആൻ വേണം, ദിക്ർ വേണം. സൊറ പറഞ്ഞാൽ പോരാ. ഈ
ഈ ഒരൊറ്റ ചിന്തയിൽ ത്യാഗത്തിനൊരുങ്ങി സ്ഥാപിച്ച ഈ സ്ഥാപനം സംശയം വേണ്ട, ഇത് ഭക്തിയുടെ മേൽ അടിത്തറയിടപ്പെട്ട സ്ഥാപനമാണ്, തഖ്വയുടെ മേൽ അടിത്തറയിടപ്പെട്ട സ്ഥാപനമാണ്. ഇതിന് അല്ലാഹു ബറക്കത്ത് തന്നിട്ടുണ്ട്, ഇനിയും റബ്ബിന്റെ അടുക്കൽ തരാനുണ്ട്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ബറക്കത്ത് ഉയർന്നുയർന്ന് ലഭിക്കുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം അല്ലാഹു നമ്മുടെ ജീവിതകാലത്തും നമ്മുടെ മരണത്തിന് ശേഷവും അല്ലാഹു നിലനിർത്തി തരട്ടെ. അതിന് ആര് സേവനം ചെയ്യുന്നുണ്ടോ, ആര് പ്രവർത്തിക്കുന്നുണ്ടോ, ആര് അതിനു വേണ്ടി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ, ആരതിനൊരു രയാകാശ സഹായിച്ചിട്ടുണ്ടോ, ആര് അതിനു വേണ്ടി ചിന്തിച്ചിട്ടുണ്ടോ, അവരെ നിനക്കറിയാം അല്ലാ. അവർക്ക് ആവശ്യമുള്ളതും നിനക്കറിയാം. ഞങ്ങൾക്കൊന്നും അറിയില്ല, അവർക്കും ഞങ്ങൾക്കും ആവശ്യമുള്ളതെല്ലാം ദുനിയാവിലും ആഖിറത്തിലും നീ തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളെ പ്രവർത്തനങ്ങൾ നീ സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനേ. ഇഖ്ലാസോടെ ഇനിയും നമ്മുടെ പ്രവർത്തന രംഗത്ത് നാം മുന്നേറണം. നമുക്ക് വിവേചനങ്ങളില്ല, നമുക്ക് ആരോടും വിദ്വേഷമില്ല, ആരോടും വൈരാഗ്യമില്ല, ആരോടും പകയില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മത്തുകൾ എല്ലാവരും വിജയിക്കണം, എല്ലാവരും നന്നാകണം. ഭൗതികമായും നന്നാകണം, പാരമ്പര്യമായും നന്നാകണം, വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ടാകണം, ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ലഭിക്കണം. ഈ ടൗണിലും പരിസരങ്ങളിലും മറ്റ് ടൗണുകളിലുമൊക്കെ ബിസിനസ് നടത്തുന്നവരൊക്കെ ബിസിനസ്സിൽ പുരോഗമിക്കണം, ജോലി എടുക്കുന്നവർ ജോലിയിൽ പുരോഗമിക്കണം. അമുസ്ലിമും മുസ്ലിങ്ങളും സൗഹാർദ്ദത്തോടെ ജീവിക്കണം, സഹകരണത്തോടെ നീങ്ങണം, സന്തോഷവും സമാധാനവും നിലനിൽക്കണം. എല്ലാവരും പുരോഗമിച്ച് കാണണം. അതാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സറിയുന്ന റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ ഒരൽപ്പവും കിബ്ർ നമ്മളെ മനസ്സിൽ വന്നു പോകാതെ അള്ളാഹു നമ്മളെ മനസ്സ് നന്നാക്കി തരണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. കിബ്ർ വന്നു പോയാൽ, നമ്മളെ കൊണ്ടാണ് ഇതൊക്കെ ആയതെന്ന് തോന്നിപ്പോയാൽ അള്ളാഹു പാഠം പഠിപ്പിച്ചു കളയും അല്ലാഹു തആല. അത് നമ്മളെല്ലാവരും മനസ്സിൽ ഓർമ്മ വേണം. ഒരിക്കലും അഹങ്കാരം നമ്മളെ ഖൽബിലേക്ക് തോന്നിപ്പോകരുത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരു പുസ്തകത്തിലൂടെ ഇഴിഞ്ഞു പോകുന്ന ഉറുമ്പ്, ആ ഉറുമ്പ് ഇങ്ങനെ പുസ്തകത്തിൽ ഒരു എഴുത്തുകാരൻ എഴുതുന്നത് കണ്ടാൽ ഈ ഉറുമ്പിന് തോന്നും ഈ നിബ്ബാണ് എഴുതുന്നത് എന്ന് തോന്നും. അപ്പൊ അങ്ങനെ ഉറുമ്പ് നിബിന്റെ ബഹുമാനം പറയും. പക്ഷേ നിബ്ബ് കരുതരുത് ഞാനാണ് എഴുതുന്നത് എന്ന് കരുതരുത്. നിബ്ബല്ല എഴുതുന്നത്, അതിന്റെ പിന്നിൽ പെന്നുണ്ട്, പെന്നിന്റെ പിന്നിൽ കൈയുണ്ട്, കൈയിന്റെ പിന്നിൽ മനുഷ്യരുണ്ട്, മനുഷ്യന്റെ പിന്നിൽ ലോകമെല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന കൈയും അതുപോലെ മനുഷ്യനെയും പടച്ച എന്തെഴുതണമെന്ന് തോന്നിപ്പിച്ചു കൊടുത്ത മഷിയും പേനയും കൊടുത്ത അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ പഠിപ്പിച്ച, അതേ എഴുതാൻ പഠിപ്പിച്ച, വായിക്കാൻ പഠിപ്പിച്ച റബ്ബുണ്ട്. ആ റബ്ബിലേക്കല്ലാതെ, അവൻ ചെയ്യുന്നുവെന്നല്ലാതെ, അവൻ ചെയ്യിപ്പിക്കുന്നുവെന്നല്ലാതെ നമ്മളെ വകയാണ്, ഞാനാണതാക്കിയത്, ഞാനാണിത് ചെയ്തത്, ഞാനാണ് ശരിപ്പെടുത്തിയത്, ആ ഒരു തോന്നൽ വന്നാൽ നമ്മുടേതെല്ലാം പൊളിഞ്ഞു പോകും കേട്ടോ. അല്ലാഹു അത്തരത്തിലുള്ള ഒരു ചിന്തയും നമ്മുടെ ഖൽബിൽ വരാതെ താഴ്മയുടെ ചിന്തയോടെ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.